കർത്താവിനാൽ അനുകരിക്കപ്പെട്ടവരെ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 2 വാക്യത്തിൽ പ്രവാചകൻ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ അകൃത്യങ്ങളത്രേ, നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നമ്മളെയും നമ്മളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്കിടയാകണം. നമ്മളുടെ ജീവിതയാത്രകളിൽ നമ്മൾക്ക് സംഭവിക്കുന്ന കുറവുകളെ, പാപങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ഈ നോമ്പ് മാറണം. വ്യാഴാഴ്ചയിലെ പ്രഭാതത്തിലെ പ്രാർത്ഥനകളിൽ പിതാക്കന്മാർ പാപത്തെപ്പറ്റിയുള്ള ബോധ്യം വരുത്തുന്ന പ്രാർത്ഥനകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്നിൽ ഇപ്രകാരം പാടുന്നുണ്ട്: പാപങ്ങൾക്കായി ക്ഷമയാചിക്കാതെ പാഴ്കാര്യങ്ങൾക്ക് എന്തിന് ഓടുന്നു എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് കൃപ യാചിക്കുവാൻ തക്കവണ്ണം, ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ മോചിച്ചു കിട്ടുവാൻ തക്കവണ്ണം, വിനയപ്പെടുവാൻ തക്കവണ്ണം, താഴ്മപ്പെടുവാൻ തക്കവണ്ണം, അവൻ്റെ കരുണ തേടുവാൻ തക്കവണ്ണം നമ്മളോട് പറയുകയാണ്. നമ്മളെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് പാപമാണെങ്കിൽ ആ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ നോമ്പ് ഒരു മുഖാന്തരമായി മാറട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.